എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ 5 മിനിറ്റ് പോലും വേണ്ടത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടു നോക്കാം. ഇത് വറുത്ത അരിപ്പൊടിന് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. എത്രയെന്ന് കണക്കൊന്നുമില്ല. എന്താ വെച്ചാൽ അരിപ്പൊടി കൂടുതലായിട്ട് വറുത്ത് നമ്മൾ മില്ലിൽ വറുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നല്ലോണം വറുത്ത് കഴിഞ്ഞാൽ ആ പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യും. പൊടി ഇത്തിരി വറവ് കുറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ നല്ലോണം വറുത്ത പൊടിക്കാണ് ഒട്ടൽ കൂടുതൽ. അപ്പോൾ അതിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കേട്ടോ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി ജീരകം കുറച്ചിട്ടാൽ മതി. ഓരോരുത്തർ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല തിളച്ച വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൈ പൊളന്ന് പേടിക്കണ്ട. അതുപോലെ ഒന്നുണ്ടെങ്കിൽ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. പോരാത്തത് പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കട്ടോ. നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പിന്നെ പച്ചവെള്ളം ഒഴിച്ചാലും മതി ബാക്കിയുള്ളതൊക്കെ. ഇത് നമ്മുടെ പാല് പിഴിഞ്ഞ് നാളികേരത്തിൻ്റെ കൊറ്റന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ചുവപ്പ് കുറച്ച് പോയി തെറിച്ച് നല്ലോണം മിക്സാക്കി കാണിക്കാം കേട്ടോ. ഇതാ അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളയാക്കി എടുക്കാം. പിന്നെ മുട്ട ഇരിക്കുന്നുണ്ട് അവിടെ. ആ മുട്ട ഞാൻ പല്ലി വരാതിരിക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഭയങ്കര പല്ലിയൊരു ശല്യം. അപ്പോൾ അത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കട്ടോ, പല്ലിയുടെ ആ ഭാഗത്തേക്ക് വരില്ല. ഇനി ഇതുപോലെ ഇലയിൽ ഇട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതൊരു എണ്ണ ഇല്ലാത്തൊരു പലഹാരം കൂടിയിട്ടാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയാണ് കേട്ടോ. ഇത് ഇറച്ചിക്കറി കൂട്ടി കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നാളികേരപ്പാൽ കൂട്ടി കഴിക്കാം. ഇനി ഇത് ഓരോന്ന് ചുട്ടെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വലുതാക്കിയിട്ട് വേണമെങ്കിൽ പരത്താം, പക്ഷെ അതിൻ്റെ ഭംഗി ചെറുതിൻ്റെ ഭംഗി വലുതിന് കിട്ടില്ല കേട്ടോ. ഇതിലേക്കുള്ള പാലാണിത്. ഞങ്ങൾ പാല് കൂട്ടി കഴിക്കാം രാവിലെ. ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കട്ടെ. തലേദിവസം ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാകും, അപ്പോൾ കഴിച്ചോ. അല്ലെങ്കിൽ പാല് കൂട്ടി കഴിക്കാം. അധികം ഇത്തിരി ഒരു നുള്ളു ഉപ്പിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. ഇനി ഈ അട നമ്മൾ നാളികേരപ്പാൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ചിക്കൻ കറി കൂട്ടി കഴിച്ചു നോക്കട്ടോ. അടിപൊളിയാണ്. പിന്നെ പൊടി കുഴയ്ക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ പച്ചവെള്ളത്തിൽ ഒഴിച്ചാൽ മതി. അതുകൊണ്ട് വീണ്ടും തിളപ്പിക്കാൻ നിൽക്കേണ്ട വെള്ളം. അപ്പോൾ ഒരു ലാഭമായി. അപ്പോഴേക്കും പൊടി വെന്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അമർത്തി കൊടുക്കാം. അങ്ങനെ മൊരിഞ്ഞ് വരണമെങ്കിൽ മൊരിഞ്ഞ് വരാം, അല്ലെങ്കിൽ മൊരിഞ്ഞ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഉണ്ടാക്കി നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ രാവിലത്തെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കുക, കഴിക്കുക. എന്താ രുചി എന്നറിയോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, അറിയാത്തവരുണ്ടാക്കി നോക്കാം. ആ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.